ദുഃഖകരമായ ഒരു വാർത്തയാണ് പലസ്തീൻ സമൂഹത്തെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓസ്കാർ ജേതാവായ നോ അതർ ലാൻഡ് എന്ന ഡോക്യുമെന്ററി ചിത്രത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച പലസ്തീൻ ആക്ടിവിസ്റ്റ് ഔദ മുഹമ്മദ് ഹദാലിൽ വെടിയേറ്റു മരിച്ചു. ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിന് സമീപമുള്ള അൽ ഖൈർ ഗ്രാമത്തിൽ വെച്ചാണ് അധ്യാപകൻ കൂടിയായ ഹദാലിനെ ഒരു ഇസ്രയേലി കുടിയേറ്റക്കാരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അൽ ജസീറയുടെയും മറ്റ് മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രാദേശിക ഉദ്യോഗസ്ഥരെയും മാധ്യമ പ്രവർത്തകരെയും ഉദ്ധരിച്ചാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദാരുണമായ മരണം പലസ്തീനിലെ ഇസ്രയേലി അധിനിവേശത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് പലസ്തീൻ അതോറിറ്റിയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ ഹദാലിന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. കുടിയേറ്റക്കാരുടെ ആക്രമണത്തിനിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്ത പിന്നീട് നോ അതർ ലാൻഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകരായ ഇസ്രയേലി പത്രപ്രവർത്തകൻ യുവൽ എബ്രഹാമും പലസ്തീൻ പത്രപ്രവർത്തകൻ ബാസൽ അദ്രിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബാസൽ അദ്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറെ ഹൃദയഭേദകമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഔദ ഇന്ന് വൈകുന്നേരം കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹം കുറിച്ചു. അദ്ദേഹം തന്റെ ഗ്രാമത്തിലെ കമ്മ്യൂണിസ്റ്റ് സെന്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരൻ നെഞ്ചിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെയാണ് ഇസ്രയേൽ നമ്മളെ ഇല്ലാതാക്കുന്നത് എന്നും അദ്ര കൂട്ടിച്ചേർത്തു. ഈ വാക്കുകൾ പലസ്തീൻ ജനതയുടെ ദൈനംദിന ജീവിതത്തിലെ ഭീതിയും അരക്ഷിതാവസ്ഥയും എത്രത്തോളം രൂക്ഷമാണെന്ന് വരച്ചു കാട്ടുന്നു. അതേസമയം മറ്റൊരു സംവിധായകനായ യുവൽ എബ്രഹാം ഔദ ഹദാലിനെ വിശേഷിപ്പിച്ചത് മസാഫർ യാട്ടയിൽ നോ അതർ ലാൻഡ് ചിത്രീകരിക്കാൻ ഞങ്ങളെ സഹായിച്ച ശ്രദ്ധേയനായ ആർട്ടിവിസ്റ്റ് എന്നാണ്. സംഭവത്തിന്റെ ഒരു വീഡിയോയും എബ്രഹാം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഭ്രാന്തനെ പോലെ വെടിവെക്കുന്നത് റിനോൺ ലെവി എന്നയാളാണെന്ന് താമസക്കാർ തിരിച്ചറിഞ്ഞതായും എബ്രഹാം വ്യക്തമാക്കി. ഈ വെളിപ്പെടുത്തൽ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നു. ഓസ്കാർ പുരസ്കാരം നേടിയ നോ അതർ ലാൻഡ് എന്ന സിനിമ പലസ്തീൻ ജനതയുടെ ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ ഒന്നാണ്. ഇസ്രയേലി അധിനിവേശത്തിന്റെ ഹൃദയഭൂമിയായ മസാഫർ യാട്ടയിലെ പലസ്തീൻ സമൂഹത്തിനെതിരായ ഇസ്രയേലി കുടിയേറ്റക്കാരുടെയും സൈനികരുടെയും നിരന്തരമായ ആക്രമണങ്ങളെയാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഔദ ഹദാലിൻ പ്രശസ്തനായത്. അദ്ദേഹത്തിന്റെ മരണം ഈ സിനിമയുടെ ഉള്ളടക്കത്തെയും അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളെയും കൂടുതൽ തീവ്രമാക്കുന്നു. ഔദ ഹദാലിൻ വെറും ഒരു ആർട്ടിവിസ്റ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. പലസ്തീൻ യുവാക്കളെയും കുട്ടികളെയും അറിവിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ശാക്തീകരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അറിവും വിദ്യാഭ്യാസവും ആയുധമാക്കി സ്വന്തം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ് ഇസ്രയേലി കുടിയേറ്റക്കാരന്റെ വെടിയേറ്റ് മരിച്ചത് എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹത്തിന്റെ മരണം പലസ്തീനിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്കും വലിയൊരു നഷ്ടമാണ്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാൻ സാധ്യതയുണ്ട്. ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങളെക്കുറിച്ചും പലസ്തീനിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെക്കുറിച്ചും ഇത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തും. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഔദ ഹദാലിന്റെ കൊലപാതകം സമാധാന ശ്രമങ്ങളെയും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെയും കൂടുതൽ വഷളാക്കും. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. പലസ്തീൻ ഇസ്രയേൽ ഭാഗങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും നിർണായകമാണ്. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവരുടെ ജീവിതം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സഹായിക്കുകയും ചെയ്ത ഒരു ധീരനായ പോരാളിയാണ് ഔദ മുഹമ്മദ് ഹദാലിന്റെ മരണത്തിലൂടെ നഷ്ടപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പലസ്തീൻ ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടുതൽ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. പലസ്തീനിലെ ജനങ്ങൾ ദശാബ്ദങ്ങളായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും അടിച്ചമർത്തലുകൾക്കും ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഔദ ഹദാലിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിലൂടെ ലോകം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ മറ്റൊരു ഇരുണ്ട അധ്യായത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്.